ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ഒന്ന് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി അതൊന്ന് ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ശർക്കര പാനിയിലേക്ക് 1 മുറി തേങ്ങയാണ് ചെരുകി ഇട്ട് കൊടുക്കുന്നത്. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് അതിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം വറ്റി വന്ന ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നേന്ത്രപ്പഴമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പഴം ഇതുപോലെ ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ ആ വിത്തിൻ്റെ ഭാഗം, ആ കറുത്ത വിത്തിൻ്റെ ഭാഗം അതങ്ങോട്ട് എടുത്തു മാറ്റാം. ഈ രീതിയിൽ ആ 4 കഷ്ണത്തിൽ നിന്നും കീറിയിട്ട് ഈ വിത്തിൻ്റെ ഭാഗം നമുക്ക് ആ കറുത്ത ഭാഗം എടുത്തു മാറ്റാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കുഴയ്ക്കുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പാൽപമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കൊരു കുറച്ച് സമയം മൂടി വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു ഉരുള എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് നന്നായി ഉരുട്ടിയ ശേഷം ഇതുപോലെ നമ്മുടെ കയ്യിൻ്റെ ഈ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അതിന് നടുവിലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഉരുട്ടി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഉരുട്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഉള്ളിൽ വെച്ച് ഉരുട്ടിയെടുത്ത് റെഡിയാക്കി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഇതുപോലെ ഒരു വാഴയിലയുടെ കഷ്ണം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വാഴയിലയും കൂടെ വെച്ച ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോളുകളെല്ലാം അതിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയിൽ നിന്നും അല്പം വ്യത്യാസത്തിൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഇതുപോലത്തെ കൊഴുക്കട്ട ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്